അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ അന്വേഷണത്തിൽ വിദേശ രാജ്യങ്ങളുടെ പങ്ക് മറച്ചുവെച്ച് കേന്ദ്രം. ഡേറ്റ വീണ്ടെടുക്കാൻ വിദേശ നിർമ്മിത ഗോൾഡൻ ചേസിനും ഡൗൺലോഡ് കേബിളുകളും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇവ സ്റ്റേറ്റ് ഓഫ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിൽ നിന്ന് ലഭിച്ചതാണെന്നാണ് കേന്ദ്രവാദം. ദുരന്തവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വ്യോമയാന മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയ ഉത്തരങ്ങളുടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? 274 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പ്രധാനമായും ചോദ്യമായി ഉന്നയിച്ചിരുന്നത്. ഈ ചോദ്യത്തിനാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് വിദേശത്ത് നിന്നുള്ള പങ്ക് മറച്ചുവെച്ചുകൊണ്ടുള്ള ഒരു മറുപടി സിവിൽ ഏവിയേഷൻ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡാറ്റ വീണ്ടെടുക്കാൻ ഗോൾഡൻ ചേസിസും അതോടൊപ്പം തന്നെ ഡൗൺലോഡ് കേബിളുകളും ഉപയോഗിച്ചിരുന്നു. ദില്ലിയിലെ AAIBയുടെ പ്രത്യേക ഓഫീസിലും ലാബിലും വെച്ചാണ് ഇത്തരം വിവരങ്ങളൊക്കെ തന്നെയും ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില ഉപകരണങ്ങളൊക്കെ തന്നെയും മറ്റു രാജ്യങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പരോക്ഷമായി, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ പരോക്ഷമായി തന്നെ ലഭ്യമായിട്ടുണ്ട് എന്നതടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഏത് രാജ്യത്തു നിന്നാണ് ഏതൊക്കെ കൃത്യമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടൊരു മറുപടി കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിട്ടില്ല. ഇത്തരം ഉപകരണങ്ങൾ സ്റ്റേറ്റ് ഓഫ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിൽ നിന്ന് ലഭിച്ചതാണ് എന്നുള്ള ഒരു കേവല മറുപടി മാത്രമാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ദുരന്തത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇത്തരത്തിൽ വ്യോമയാന മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്.